നല്ലൊരു പണി കിട്ടിയാണ്. എന്താ സാറല്ലേ? അതേതായാലും എന്താ ഇപ്പൊ ഒരു പണിയും കിട്ടാത്തതെന്ന് ആലോചിക്കുക കുറച്ച്. അപ്പൊ ഗൈസ് ഏതായാലും സംഗതി ഉഷാറായിരിക്കുന്നു. നല്ലൊരു ബാൻഡേജ് കിട്ടി. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നേ തുടക്കത്തിൽ ഞാൻ വന്നതേ ഇന്നിപ്പോ നല്ലൊരു സന്തോഷമുണ്ട്. എന്താ എനിക്ക് പുട്ടുപടി ഏതായാലും കഴിഞ്ഞിരിക്കണ്. 5 ദിവസമായി ഇവിടെ വന്നിട്ട്. 6ാമത്തെ ദിവസമാണ്. അതില് 6ാമത്തെ ദിവസത്തില് ഇന്നത്തെ 6ാമത്തെ ദിവസം. 1-ാം തീയതി പുട്ട്, 2-ാം തീയതി പുട്ട്, 3-ാം തീയതി പുട്ട്. ആകെ ഇന്നലെ മാത്രം പൊറാട്ട പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നും പുട്ട്. പുട്ട് എന്നപ്പോ ഈ തള്ളില് പിന്നെ എങ്ങനെയും കമ്മി വരും. എന്നും പുട്ടല്ലേ. ഞാനല്ല പുട്ടുണ്ടാക്കി വെച്ചത്. ഞാൻ പിന്നെ ഇച്ച് വേറെ എന്തെങ്കിലും കാട്ടാൻ പറ്റിയ തേങ്ങ കുറ്റിയിലിട്ട് ചുട്ടു. പുട്ടു എന്നും പുട്ടന്നെ ഇവിടെ. പുട്ടില്ല മൂകട്ട തിന്നുട്ടോ. ഞാൻ വീടാണിത് നൊട്ടി കൊട്ടി വെല്ലൊക്കെ നക്കി ഇനി തിന്നു. പിന്നെന്താ ഇതെന്താ നേർച്ചയ്ക്കുള്ള മസാല. ഇത് പുട്ടിന്റെ ഒപ്പം എന്താ പഴല്ലേ? തറവാട്ടിൽ നിന്ന് പഴയൊക്കെ ഒരു 1/2 കിലോ പഴം അവിടെ ഉണ്ട്. 1 കിലോ ബാക്കി പഴം ഇവിടെ ഉണ്ട്. ഇതെന്താ വാതോളി നാരങ്ങ? 1 കിലോ പഴം ഇവിടെ ഉണ്ട്. ഇതിന് വേറെ ഉള്ളടത്ത് എന്താ പറയാ? വാതോളി നാരങ്ങ തന്നെ അതന്നെ. അപ്പൊ ഏതായാലും ഇന്നും പുട്ട്. ഏതായാലും അൽഹംദുലില്ലാ പുട്ട് പൊടി തീർന്നിക്കണ. ഏതായാലും ഇനി ഞാൻ വാങ്ങിക്കൊണ്ടല്ല അവിടെ പുട്ടും പൊടി. ഞാൻ പൂടെ വാങ്ങിക്കൊണ്ടില്ല. ചോറ് കൂട്ടാണെന്നാലും. അപ്പൊ ഏതായാലും ഇന്ന് എന്താണ്? നെയ്ച്ചോറും ബീഫും. കൊറേ ആയി ബീഫ് കഴിച്ചിട്ട്. എന്നും ചിക്കനാണ്. അപ്പൊ ഇന്ന് ബീഫ് വാങ്ങിക്കൊണ്ടുവന്നു. എങ്ങനെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചല്ല. ഞാൻ പുറത്തു പോയപ്പോണ്ട് പുട്ടുപൊടിന്റെ പാക്കറ്റ് അവിടെ ഇങ്ങനെ കിടക്കണേ. അപ്പോഴാണ് ഇച്ചൊരു കാര്യം കത്തിയത്. അതിലെടുത്തിട്ടാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ എടുക്കൂലേ ഇനി. അല്ലെങ്കിൽ അന്ന് വീഡിയോക്ക് ഞാൻ വിചാരിച്ചതന്നല്ല. അല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച ഇമ്മ അവിടെ പുട്ടുപൊടി കുഴച്ചിട്ട് ഞാൻ വേറെ പോയി ഉണ്ടാക്കാണ്. അവസ്ഥ അതിന് നല്ല ഉണ്ടാകുന്ന ചെറിയാപ്പൂ നല്ലതല്ലേ? അല്ലെങ്കിൽ ചെറിയാപ്പൂ ലെഫ്റ്റ് സൈഡ് നിൽക്കേണ്ടി വരും. ഏതായാലും ഇതെന്താ ഉള്ളി? ഇതൊക്കെ ബീഫിനാ? ബീഫ് തൂമിച്ചണ്ടേ? അപ്പൊ ഏതായാലും ഇനി നമ്മള് കുക്ക് ചെയ്യണ വ്ളോഗും കൂടി ഒപ്പം കൂട്ടാം. ഞാൻ പുട്ടുപൊടിക്കും വേണ്ടി എടുത്തേന്. ഇപ്പൊ അതും കൂടി അടയല്ലേ? അയ്യോ നാളെ ഞാൻ പല്ലേക്കാൻ വിളിച്ചത് ആ കൊച്ചും കൂടി. അതോടി കരിമ്പന് പൂപ്പൽ പിടിച്ചാണേ. ഞാനെന്താ ഉള്ളിൽ കൂടെ ഇട്ടറക്ക്. ഇച്ചന്റെ കാലം അതിന്റെ ഉള്ളിൽ കൂടെ ചാടിയാൻ പോലും. അപ്പൊ ഇച്ചത് ഊരി ചാടാണ്. വെള്ള കളർ ചെരുപ്പ് വരുമ്പോ അതിന്റെ കോലം നോക്കിയാ ഇനി പാർക്ക് ഇടാൻ പറ്റും. ഇനി പട്ടിയൊക്കെ തിന്നാൻ കൊടുത്താ ക്ലോറക്സ് ഇട്ടാല് ഒക്കെ ആയി. ക്ലോറക്സ് ഇട്ടാലേ. ഏതായാലും അത് പല്ലേക്കാ നമുക്ക്. ചെല്ല് പല്ലേക്കണോ? ചെല്ലേ ജൈലും വലുത്. നോയോ? ഓഹോ പരിഷ്കാരാണോന്ന് തോന്നുന്നു. വാപ്പാനോടൊക്കെ ഉള്ള ഇംഗ്ലീഷ്. മയത്തില് പല്ലേക്കണേ. അതിന്റെ പല്ല് വേണം കേട്ടോ. അപ്പൊ കുലുക്കൊന്നും ചെയ്യണ്ട. അവിടുന്ന് വെച്ചില്ലേ. എന്നിട്ട് അവിടെ വള്ളപ്പുളിയാക്കി രണ്ടും പോവാന്. അതോ ശരിക്കും തൊള്ളൽ കൊടുത്ത ഇതിനെ അണ്ണാക്ക് കൂടെ കൊത്തി കയറ്റും. അങ്ങനല്ല ഈ കാട്ടെ
നാഗമ്മ മുറി ഉണ്ടോ എവിടെ എവിടെ പല്ലൊക്കെ പെരുമടി തേച്ചോ. നാ ഉള്ളു കത്ത് മെല്ലെ മെല്ലെ കാട്ടുള്ളൂ. ഇങ്ങനെ കാട്ട് മധുരമുള്ള ഞാൻ തരാം വേറെ. ഈ കാട്ടി കൊടുക്ക്. ഓരച്ചൂട് ചെറിയപ്പോ ആക്കെ മുണുങ്ങും. അത് നോക്കണ്ട. കൊറേ മുണുങ്ങും കൊറേ തുപ്പും. ഈ പേസ്റ്റ് വെച്ചാൽ മതി ഇവിടെ. അതെന്തേ ഇതെല്ലാം അല്ലേ ഇതെന്താ ഇരിക്കണ പേസ്റ്റ് അല്ലേ? വേറെ റൂമില് ഇതല്ലേ? റൂമിലോ മറ്റേ ബാത്റൂമിലോ? നീല പല്ലുവേദന്റെ സെൻസോഡിനോ? എന്തൊടിനാണാവോ ഈ പശി തേച്ചപ്പോഴല്ലേ പല്ല് ചൊറുക്ക്? പശി തേക്കുമ്പോ വേദന ഇല്ലല്ലോ. ആ മെസ്സി തേക്കുമ്പോഴോ വേനല്ലേ? ആ ഇല്ലാന്ന് ആന്ന് ചേക്കുമ്പോ വേനല്ലല്ലോ. ആണ്ടോ ഉമ്മച്ചിയോ അലപ്പച്ചിയോ? ആ ഉമ്മച്ചി നന്നായി. ഉമ്മച്ചിക്ക് തേക്കാറിയില്ലേനെ. ഉമ്മച്ചി വേഗം പണി തീർക്കട്ടെ വെച്ചിട്ടേ. ആയിക്കോട്ടെ എന്നാ തേച്ചിട്ട് വാട്ടാ. ഇനി ഉമ്മച്ചി മുണ്ടൂലട്ടോ. ഉമ്മച്ചി പോയി. നാണി കൊണ്ടിയാ മതി അല്ലേ? ഇനിയിപ്പോ എന്താ പരിപാടി വെച്ചാല് ആരെയാണോ അപ്പൊ ചായയുടെയും കാര്യൊക്കെ കഴിഞ്ഞ 10 മണിയായി. കഴിഞ്ഞ് 10 മണിയായിപ്പോ. ഞാൻ അതൊന്ന് നഴ്സറി കൊണ്ടാക്കാനാണ് അവിടെ ഉണ്ട്. ഇനി ഇതെന്താ വെച്ചാൽ ഇന്നലെ തറവാട്ടിൽ എന്താ പയം മാതോളി നാരങ്ങയൊക്കെയാണ്. അതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. വാതോളിയ മാതോളിയ ബാതോളിയ മാതോളി നാരങ്ങ എത്ര വന്നാണ്. അപ്പൊ കൊണ്ടാക്കാൻ ഞാന് കൊണ്ടല്ലേ നമ്മളെ കൊണ്ടല്ലേ ഞാന്. അപ്പൊ ഓന്റെ നിയമാണ് ഒരാള് കൊണ്ടാക്കും ഒരാള് കൊണ്ടുവരിക. അപ്പൊ ഏതായാലും ഇനി പോവാ വന്നിട്ട് എല്ലാവർക്കും ചാറ്റത്താ. അതോ അങ്ങനെ നമ്മളിവിടെ എത്തി. കണി ജനൽക്ക് തന്നെ കറക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇന്ന് നേരത്തെ കാലത്ത് പോയിക്കണ്. അപ്പൊ ഞാൻ നൈറ്റെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി വന്ന അമ്മാ എന്നാ പായെന്നാ ഇതാ അതിലെ സിറ്റ് ഔട്ടിലോ കേറാൻ ടൈമില്ല. വേഗം പോകണം. 10 മണിക്കാണ്. ഒരു കേസിന് നഷ്ടമുണ്ട് കേട്ടോ. അതും എന്നാ പോവാ. കണി പടിവാതിലും തുറന്നു വരുന്ന കടവാവൽ. നാദോളി നാരങ്ങ ആ കാരനുണ്ട് പൊന്നിച്ചണ്ട. ബിസ്ക്കറ്റും ഉണ്ട്. മോണ്ടനെ പലചരക്കിന് ഇപ്പൊ ബിസ്ക്കറ്റ് ആക്കിയതാണേ. സൂപ്പർ ബിസ്ക്കറ്റ് ആണ് പറഞ്ഞത്. ഷുഗർ ഫ്രീ ആണ്. ഉമ്മാക്ക് ഞാൻ ഇന്നലെ കവർന്ന് എടുത്തേ. കവറിലിട്ടിക്കണെങ്കിൽ അലിഞ്ഞീന് പുറത്ത് വെച്ചു. നീ പോട്ടെ. ആദ്യവാ വാ. പണി കഴിഞ്ഞോ? ഇറച്ചി വെച്ചു. ഇറച്ചിക്കറി എങ്ങനെ വെക്കാന്ന് രാവിലെ തന്നെ വിളിച്ച് ചോദിച്ചത്. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇടൂലല്ലോ. അതമ്മച്ചി ചോദിച്ച തേങ്ങയൊന്നുമില്ല. ഇല്ലാത്തൊന്നും കാണല്ലേ. ഞാൻ പോട്ടോ. ഞാൻ പോയി. എന്തായി? എന്തായി? ബീഫായി. എന്റെ മാനെ ഡെക്കറേഷൻ ഉണ്ടാ. ഡെക്കറേഷൻ ഇന്നൊക്കെ വേണ്ടല്ലോ. ഉച്ച വേണം. ബീഫും പുട്ടും വേണം. പുട്ടുകൊണ്ട് പകരം ഉപകാരം. ബീഫ് ഉള്ളതുകൊണ്ട് സന്തോഷം. തരൂല. പുട്ട് തരൂല. തുടങ്ങിയതല്ലേ ഇത് പറയലാണ്. ഏതായാലും ഞാൻ വെച്ചിട്ട് കണ്ടിട്ടുള്ള തിന്നിട്ടുള്ള അനുഭവം നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇങ്ങനെ കാട്ടില് സാധാരണ മറ്റേ ഫിറോസ് കുന്നവരാണെങ്കിൽ രസമുണ്ടോ? അപ്പൊ നോക്കിയില്ലേ ഇനി ടേസ്റ്റ് ഉണ്ടോ ഇല്ല. റിവ്യൂ അറിയണോ?
അത് ഒറിജിനൽ റിയാക്ഷൻ. ആ ഇനി നമ്മൾ ആക്ടിങ്ങുള്ള റിയാക്ഷൻ. ടെസ്റ്ററായിട്ട് എന്നെ വിളിച്ചാലോ? ഇതൊക്കെ കഴിഞ്ഞാലും റിസൾട്ട് കിട്ടൂല. ഓ ആ പുളി എരിവൊക്കെ പുള്ളിയോ പറയുമ്പോ അതിന് ചോദിച്ചത് പറയണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണ്ട. അപ്പൊ നമ്മളത് അടിച്ചു വെക്കണം. ഉച്ചക്ക് നെയ്ച്ചോറ് തിന്നു. അല്ലേ പുട്ടെടുക്ക നിങ്ങളല്ലേ പുട്ട് മടുത്തോന്നോ സമയം തന്നെ ഉണ്ടാക്കുള്ളൂന്നോ? പുട്ടും പഴത്തിന്റെ കാര്യം പറഞ്ഞത്. പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോ അതിനൊക്കെ ഇറച്ചി മീനൊക്കെ വേണം. അല്ല പുട്ടും പിന്നെ ആകുമ്പോ ബീഫ്. നീച്ചിട്ട് ചായ കുടിച്ച് നീച്ചിട്ട് 5 മണിക്കൂർ ആയിട്ടില്ല കേട്ടോ. ഗൈസ് എനിക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ തിന്നാവുകയാണ്. അതാ വിളിച്ചു നിങ്ങളെ ഫോൺ. ഒന്നും വിചാരിക്കരുത്. എന്തേലും കേട്ടോ ഞാൻ തിന്നോണ്ടിരിക്കണം. ഒന്നുമില്ലെങ്കിൽ പിന്നാന്തകാരം ഫോൺ വരും. അങ്ങനെ എവിടെ പോണ് ടേബിൾ മൊക്കല്ലേ ഇരുന്ന് ഫോൺ കണ്ട് തിന്നേണ്ടി വരും. ഫോണില്ലാതെ തിന്ന് പോവില്ല കേട്ടോ. നല്ല കൊയക്കുണ്ട് മെനക്കെട്ട്. വയക്കുമ്പോ ഇവിടെ വേദന കല്ലേറ്റിട്ടേ കൊറേ കാലം പണിയെടുക്കാതെ എടുത്തിട്ട് അയ്യോ അവിടെ വേദന ഇവിടെ വേദന ഊര ഉറച്ചിട്ട് അനങ്ങാതെ അനങ്ങിയിട്ടാണ്. സാലഞ്ഞ് ശരിയായിക്കോളും. ഞാൻ ഇന്ന് അനങ്ങാൻ വേണ്ടി നാളെയൊക്കെ ലോഡുണ്ട് ഈ കാര്യം. പക്ഷെ ആ ചെറിയ കല്ലാണോ വലിയ കല്ലാണെ ഇന്നെന്തിനാ പോണ്? നല്ല പറയാ ആ തിന്നോളി പോയിന്നാ. അല്ല അതെന്താ എന്താണ് കുറച്ചും കൂടി ഇടാൻ ഇടാനോ? അങ്ങനെ നമ്മളിവിടെ വന്ന് തിന്നൽ തുടങ്ങിക്കണം. ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ വിചാരിച്ചാല് നമ്മൾ എടുത്ത് നിക്കണം. എന്നിട്ട് ഓലും കൊണ്ടൊക്കെ വാരി തിന്നാൻ തെരിയിക്കണം. അല്ല കേട്ടോ ക്യാമറ ഓഫ് ആക്കിയാലുള്ളൂ. ഇല്ലെങ്കിൽ അപ്പൊ കുറച്ചേരൊക്കെ ഇങ്ങ ചെറിയ തോലിട്ടിരുന്നാലും ഓലി അമ്മക്ക് അതിന്ന് കുറച്ച് തരും. നിങ്ങളല്ലേ നെയ്ച്ചോറുണ്ടാക്കണ്? നെയ്ച്ചോർക്ക് മസാല ഒക്കെ അരിഞ്ഞു വെച്ചിക്കണല്ലോ. മല്ലിച്ചപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുമില്ല. അപ്പൊ ഇനി പുട്ടുന്നട്ടല്ലേ? അപ്പൊ നിങ്ങളോട് കറുകാപ്പട്ടു എന്ന് പറയുമ്പോ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വില കൂടിയതിനാൽ അത് നമ്മളാട്ട് അത് ഇപ്പളാ ഇടുക? അതുണ്ടെങ്കി ഇപ്പളാ ഇടുക? അല്ല എപ്പളാ ഇടുക? ഇപ്പോഴും ഇട്ടൂടെ? എന്താ ഇപ്പിടുന്നതിന്? ഇപ്പളാണോ ഇടുക? ആ ഇപ്പോഴും ഇടാല്ലേ. സെപ്പറേറ്റ് ആക്കണേ സെപ്പറേറ്റ് ആക്കാം. ഉറപ്പിച്ച് അറിയാം. ആ രണ്ടും പറ്റും. എന്നിട്ടോടി ഇതിട്. ഷെഫ് ചോറിന് ആദ്യം കൊത്തിരിക്കുന്നു കേട്ടോ. ആ പറഞ്ഞൊക്കെ എന്തൊക്കെയാ ഇട്ടണേനെ? ഒന്നും പറഞ്ഞു കൊടുക്കില്ല. കയ്യോ മാറ്റിയിട്ട് കാട്ടി വെക്കണ്ടേ? നമ്മള് നല്ല ഇളക്കും. ഇടയ്ക്ക് ഒരു പരിവാകുമ്പോ നമ്മളേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടണ്ടേ? നിങ്ങളല്ലേ ഉപ്പിടും. ഉപ്പ് കുറച്ച് തോനണം. ആ നല്ലൊരു മനുഷ്യ തിന്നാക്കുള്ളൂ. അപ്പൊ ഞാൻ നല്ലോ ഇതാവട്ടെ. ഞാൻ അവിടെ അയക്കില്ല വെള്ളം വെച്ചിരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ചു. ഉള്ളി കഴിഞ്ഞപ്പോ ഞാൻ തീ ഓഫാക്കി കൊടുത്ത് വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം പാരണ്ടേ? നിങ്ങള് ഗ്യാസ് കത്തിച്ചു എന്നാ പറഞ്ഞേ? നോണാക്ക്. തിളച്ച വെള്ളാട്ടതൊക്കെ അത് മോന്ത അങ്ങനെ കാട്ടണ്ട. അങ്ങനെ നമ്മള് രണ്ടാമത് തീ കത്തിച്ചു. ഇനി വെള്ളം അളവിനെടുത്ത് പാരുക. 2 അളന്നെടുത്ത് പാർന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുക. ഉപ്പ് വേണ്ട. ഉപ്പ് ഈ പറഞ്ഞതുകൊണ്ട് നമ്മൾ അപ്പൊ അതല്ല അപ്പൊ നമ്മൾ ഇതെടുക്കും. ഈ ഒരു പറഞ്ഞെടുത്താണ് ഉപ്പ് ഇടാൻ പോകും. ഉപ്പ് വെള്ളത്തേക്ക് നോക്കി ഏകദേശം നമ്മൾ കുക്കുമാർക്കൊക്കെ കറക്റ്റ് അളവ് കിട്ടും നോക്കുമ്പോ തന്നെ. കുക്കുമ്മേ
ഷെഫാർക്ക് നിങ്ങൾ കുക്കുമാല്ലേ പറഞ്ഞേ? കുക്കുമാർക്ക് എന്താ ഒരു സ്പൂണ് ഒരു സ്പൂൺ മതിയോ? നോക്കട്ടെ നിക്ക് അത് ഏറെ ഒന്നിനും പറ്റൂലോ നോക്ക്. കറക്റ്റ് ആണ്. ഇനി മണ്ടിയില്ല വണ്ടിയില്ല. നമുക്ക് ചെറിയ ഇവിടെ കൈ ഉണ്ടാ ഉപ്പ് കൊണ്ടേക്കണ്ട. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ ഇഷ്ടത്തിൽ വിട്ടുന്നീന്. ഉപ്പില്ല. ഇനി ഉപ്പിട്ട് ഇനി വെള്ളം നോക്കട്ടെ. അരി ഇവിടെ കേകാൻ വെച്ചിരിക്കണ. അരി കേക്ക് നൂറ്റാണ്ട്. അങ്ങനെ വെള്ളം ഒരുവിധം തിളച്ചു. വെള്ളം തിളച്ചതിലോട്ട് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കും. നാരങ്ങനീര് ഒറ്റിച്ചു അല്ലേ? നാരങ്ങനീര് ഇട്ടിച്ചു കാണിക്കാൻ പറ്റില്ല. ചെറിയപ്പോ പെട്ടെന്ന് ഒറ്റിച്ചു. ഇനി ഇത് വേഗണം അല്ലേ? ഇനി വിസില് എത്ര വേണം? വിസില് 1 2 3 പണ്ടാരിക്കറിയില്ലേ? വിസിലിന്റെ കണക്കിച്ചറിയില്ല. ഞങ്ങള് ചെമ്പില വെക്കൽ. എനിക്കറിയില്ല. കുക്കറിൽ നമ്മൾ വെക്കില്ല. ഗൾഫ് എത്തിയിട്ട് 4 കൊല്ലേ. ഇതൊരു ഗൾഫത്തെ കഥ സ്ഥാനായി. ഇനി നമ്മൾക്ക് ഇതൊക്കെ റെഡി ആയിട്ട് വേണോ ഹോമിയോന്റെ അടുത്തൊക്കെ ഒന്നും പാടെ പോകാണ്ട് അല്ലേ? പോയത് അത് ആഴ്ചയിൽ മരുന്നിലുള്ളേ. മുകളിൽ 15 വരുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ അതേ മരുന്നാണ്. പിന്നെ തന്നെ മാറ്റൊന്നുമില്ലല്ലോ. മാറ്റുണ്ട്. മരുന്നിന് മാറ്റൊന്നുമില്ലല്ലോ. ഡോക്ടറെ കാണണം. ഓയ് ഇത് മൂടാനും അളക്കാനും പണ്ടാരി ബിസില് പണ്ടാരി ആയതുകൊണ്ടേ. അപ്പൊ ഈ ഹെൽപ്പർ എന്തിനാണ് മനസ്സിലായില്ല? പണ്ടാരൊക്കെ ഇങ്ങനെ ഇടുള്ളൂ. അളവിനനുസരിച്ച് അങ്ങനെ ഇടും. ഇത് ഇളക്കുക മൂടി വെക്കുക. അതാണ് ഹെൽപ്പറെ പണി. അത് ശരി. ഈ പണി അറിയാത്തോളം ഒപ്പം കൂട്ടി അങ്ങനെയൊക്കെ തന്നെ. അവഞ്ഞ് ഞങ്ങളെ ബിരിയാണിയും ബീഫൊക്കെ ആയിട്ട് ഇനി കാണല്ലേ? അപ്പൊ ബീഫ് അയക്കണല്ലോ. അല്ല ഒപ്പം തിന്നുമ്പോളേ അല്ലാതെ മാടി വെക്കണ്ട, തിന്നാണ്ടാവില്ല. അപ്പൊ ഇനി ബീഫും കാര്യമൊക്കെ ആയിട്ട് കാണാം. അങ്ങനെ നട്ടുച്ച വെയിലത്ത് നടന്നു പോകണം. മരുന്നും കാര്യമൊക്കെ കിട്ടിയാണ്. ചെറിയപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ ഉമ്മാനായിട്ട് ബാങ്ക് പോകണേ. അവിടെ പോയി ചിലപ്പോൾ ഞാൻ ബസ്സിന് പോവും. എന്തേതാണെന്ന് അറിയില്ല. ഫാൻസിയിലൊന്ന് കയറാണ്ട്. അന്ന് പ്രസവത്തിന് ഒരു വള വാങ്ങിയിട്ടില്ല. വള ഒന്ന് വാങ്ങണം. അപ്പോൾ പെരും വെയിലാട്ടോ. നേരെ ഉജ്ജും മണിയാണ്. നട്ടുച്ച വെയിലത്ത് നടക്കുകയാണ്. ഒന്ന് ഫാൻസിയിൽ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇനി പെരുകി പോവാം. അപ്പൊ ഞാനേ അങ്ങാടിയിലൊന്ന് പോയെന്നപ്പോ എന്താ ഒരാള് ഇവിടെ ഇങ്ങനെ നൂലോടിച്ച് കുത്തിരിക്കണേ. എന്താ വെച്ചാല് എന്താ നല്ലൊരു വെട്ടുകല്ലല്ല ഓളോ ബ്രിക്സ് പോണതാണ്. ആദൂനെ ഇങ്ങോട്ട് അപ്പുറത്താക്കി കൊടുക്കാൻ പോയതാ. അപ്പൊ ഇതിൽ കൂടെ ആദൂനെ അപ്പുറത്തേക്ക് കടത്തിയതാ ഇവിടെ കളിച്ചാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരെ കാലുമ്മക്ക് ഊണിക്കണ്. എന്നിട്ടുള്ള ഇരുത്താണ് ഇപ്പൊ അത്. എങ്ങനെ ഉമ്മച്ചി ഊണത്? ഒടിഞ്ഞോ? ആരാ ഒടിച്ചത്? ആ കല്ലെങ്ങനെ പോണേ? എന്നോട് അതിലെ പോവാൻ പറഞ്ഞല്ലേ? ഇനോ എന്നിട്ട് ജലച്ച് ഇതിലെപ്പുറത്ത് കൂടെ ചാടണം എന്ന് പറഞ്ഞത്? ആരെപ്പുറത്ത് കൂടെ ഇതിലെ പോണെന്ന് പറഞ്ഞേ? ഇതല്ലേ ഇതിലെ പോണെന്ന് പറഞ്ഞേ? അപ്പൊ ഉമ്മച്ചി ഏതാന്നോലെ വിളിച്ചണ്? മാഡം സാറില്ല വിളിച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു പണി എത്തിക്കാണ്. എന്താ സാറല്ലേ? അതേതായാലും എന്താ ഇപ്പൊ ഒരു പണിയും കിട്ടാത്തതെന്ന് ആലോചിക്കുക. കുറച്ചായിട്ട് സാധാരണ വണ്ടിമന്നൊക്കെ കൊടുക്കലായിരുന്നു. ഇന്നിപ്പോ കല്ലാണ് കാലുമ്പോ കൊടുക്കുന്നത്. അതിനെ ഞാൻ പറഞ്ഞ എക്സ്റേ എടുക്കാൻ പോവല്ലേ? ഇങ്ങനെ ആളെ വേദന കൊണ്ട് നേരെ എക്സ്റേ എടുക്കാൻ കൊണ്ടുവന്നേക്കട്ടെ. രാത്രി തന്നെ എക്സ്റേ എടുക്കൽ അവിടെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു. ചെക്ക് കോപ്പി എടുക്കാനാവുന്ന ഇനിയിപ്പോ എറണാടകല്ലേ? കുഴപ്പമുണ്ടല്ലേ?
അത് നോക്കിട്ടോ. അപ്പൊ എന്തായാലും മരുന്ന് വേണ്ടേ? വേദന വെറുതെ അങ്ങനെ പൊട്ടുണ്ട് പറഞ്ഞിട്ട് എന്തായാലും ചതവുണ്ട് പറഞ്ഞിട്ട് എന്തായാലും മരുന്ന് വാങ്ങണ്ടേ? ചതവിന് മരുന്നാണ്. പിന്നെ ഡോക്ടറെ കാണിക്കണ്ടേ? വെറുതെ അവിടെ നിന്ന് എക്സ്റേ എടുത്തിട്ട് എന്തായാലും എന്നാ പിന്നെ ഞാൻ നോക്കി പറയില്ലേ ആ പൊട്ടുണ്ട് ചതവുണ്ട് ഇവിടെ വരണ്ടീന്. എന്തല്ലേ എന്തോ ചെറിയ ചതവുണ്ട്. അപ്പൊ എക്സ്റേയില് പൊട്ടില്ലാറാണ്. ചതവ് ഞാൻ പറഞ്ഞ പോലെയാണ്, ചതവുണ്ട്. ഏതായാലും കാണിച്ചിട്ട് പോവാ കേട്ടോ. നല്ല ടൈമാണ് ഏതായാലും. ഇന്നലെ പനിയും കൊണ്ടുപോയി, ഇന്ന് പനിയും കൊണ്ടുപോകണം. ഇപ്പാൻ്റെ എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ? ഏതായാലും ഏറനാട് പോയോട്ടെ. ഡോക്ടറെ കാണിച്ചു. ഇപ്പൊ സൂചിക്ക് റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ടൈമൊക്കെ കൈമ എഴുതി കൊടുത്തിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഒറിജിനൽ ഇഞ്ചക്ഷൻ എടുക്കുന്നല്ലാതെ ഇതെന്തിനുള്ളതാണ്? ചോർച്ചിലുണ്ടോക്കാനല്ലേ? ഇഞ്ചക്ഷൻ ഏതായാലും കല്ല് പേരിയിലൊക്കെ ഞാൻ ഇതൊക്കെ ശരിക്കും ഓട്ടോനെ കാണിച്ചാൽ മതി, കാഷ്വാലിറ്റി കാണിക്കണ്ടില്ലേ? ഇത് വെറുതെ ഒരു പൈസ ചെലവായി. നാളെ ശരിക്കും ഓട്ടോനെ ഒന്ന് കാണിച്ചാൽ മതി. ഇനി പോകാൻ പറ്റും. ഇനി ഇങ്ങനെ പോണ പൈസ കൊടുത്തില്ലേ? ഇനി പോയിട്ട് എന്താ കാര്യം? നഷ്ടല്ലേ? അപ്പൊ ഗൈസ് ഏതായാലും സംഗതി ഉഷാറായിരിക്കുന്നു. നല്ലൊരു ബാൻഡേജ് കിട്ടി. അതേ ഉള്ളു. പക്ഷെ ബാൻഡേജ് ഇട്ട് ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ നല്ല വീക്കം വന്നു. ഏതായാലും ബാൻഡേജ് വാങ്ങിട്ട് വിചാരിച്ചു. ബാൻഡേജ് മാറി കഴിഞ്ഞിട്ട് നമുക്ക് കളിച്ചാൽ യൂസ് ചെയ്യാലോ. ഇപ്പൊ സൂചിന്റെ വേനാണ്, കാലിന്റെ വേന മാറിയിരിക്കണ്. ഞാൻ അങ്ങനെ പോവല്ലേ? എന്നാ പറഞ്ഞ് പോവാ. വീൽ ചെയറും വേണ്ടത്, വീൽ ചെയർ അപ്പൊ ഓക്കെ.